എന്നാൽ മഴ എത്തും എന്നറിഞ്ഞിട്ടും മുൻകരുതൽ സ്വീകരിക്കാതിരുന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരുടെയും വീഴ്ച കാരണം ദുരിതത്തിലായ ഒരു ജനതയുണ്ട് കോഴിക്കോട്ട്. പയ്യോളി പെരുമാൾപുരത്തെ വെള്ളക്കെട്ട് ദുരിതം അധികൃതരിലേക്ക് എത്തിക്കുകയാണ്. അടുത്തതായി റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസ്. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിൻ്റെ പ്രധാന കാരണമാണ് എൻ്റെ പുറകിൽ കാണുന്ന വെള്ളക്കെട്ട്. പയ്യോളി പെരുമാൾപുരത്താണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഗതാഗതക്കുരുക്ക് മാത്രമല്ല, നൂറുകണക്കിന് കുടുംബങ്ങളും കടകളും ഒക്കെ തന്നെയാണ് ഈ വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത്. നിരവധി കടകൾ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. പെട്രോൾ പമ്പ് വരെ ഇവിടെ അടഞ്ഞുകിടക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിലകപ്പെട്ട് ഓഫായി പോകുന്നത്. ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേൽക്കുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒരു മാസത്തിൻ്റെ മുകളിലായി ഇപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഈ സർവീസ് റോഡിൽ തീരെ വാഹനം പോകാൻ പറ്റുന്നില്ല. അരക്കോളം വെള്ളമാണ് ഇവിടെ. വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, നടന്നും വരാൻ പറ്റുന്നില്ല. ഈ സർവീസ് റോഡ് താഴ്ത്തി ഇതാണ് പ്രശ്നം. താഴ്ത്തി ഇവിടെ മാത്രം ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗം വരെ ഈ ഹൈറ്റാണ്. ഇവിടെ 200 മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് താഴ്ത്തി. ഈ താഴ്ത്തിയത് കാരണം ഇതുവരെ ഇല്ലാത്ത ഈ വെള്ളക്കെട്ട് ഇത്രയും കാലമായിട്ട് ഇവിടെ ഈ വെള്ളക്കെട്ട് ഉണ്ടാവാറില്ല. ഈ താഴ്ത്തി കുഴിച്ചത് കൊണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ആ ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ. ഒരുപാട് വീടുകളുണ്ടോ ഈ മേഖലയിൽ? അതെ, 100ഓളം വീടുകൾ ഇതിനപ്പുറത്തും ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ നിന്ന് വണ്ടിയോ നടന്നു പോകാനൊന്നും യാതൊരു വിധത്തിലും കഴിയുന്നില്ല. കാരണം വെച്ചാൽ അരക്ക് തട്ടം വെള്ളം ഇവിടെ ഉണ്ട്. പിന്നെ 3000ഓളം സ്കൂൾ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ രൂക്ഷമായോ ഇവിടെ. നിങ്ങൾ ഈ വാഗാടിൻ്റെ ഓഫീസിൽ NHAയുടെ ഓഫീസിലൊക്കെ പോയിരുന്നു? നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയി. അവിടെ പോയി പല പ്രശ്നങ്ങളും ഇവിടെ അയാൾ വിക്കറ്റിങ് ചെയ്ത് വണ്ടി പിടിച്ചിട്ട് എല്ലാം ചെയ്തു. പക്ഷേ എന്നിട്ടൊന്നും യാതൊരു പരിഹാരം ഇതിന് കാണുന്നില്ല. അപ്പം നാളെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നുമില്ല. നാട്ടുകാർ സംഘടിച്ചിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലുള്ളത്. കുട്ടികളിപ്പോൾ അധിക ദിവസം പോകുന്നില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. കുറേ ദിവസം ലീവാക്കി. പിന്നെ ഇങ്ങനെ കൈമേൽ എടുത്തിട്ട് ബാഗും കിറ്റും എല്ലാം കൊണ്ട് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോളം വരെ എത്തിക്കുന്നത്. പിന്നെ എന്തെങ്കിലും സൂക്കേട് വന്നാൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലാണ് അതടക്കം ഇപ്പോൾ പൂട്ടിയിട്ടുള്ളത്. ഒന്നിക്കത് സർവീസ് റോഡ് പൊന്തിക്കുകയല്ല, വെള്ളക്കെട്ടിന് വേറെ പരിഹാരം NHA കാണണം. അത് വാഗാടിൻ്റെ കമ്പനിയിൽ നിരന്തരം പോയി നമ്മൾ സംസാരിച്ചു. അവർ യാതൊരുത്തിലുള്ള മൈൻഡും ചെയ്യുന്നില്ല. MLA മൈൻഡ് ചെയ്യുന്നില്ല, MP മൈൻഡ് ചെയ്യുന്നില്ല, മെമ്പർ മൈൻഡ് ചെയ്യുന്നില്ല, ആരും മെമ്പർ മൈൻഡ് ഉണ്ടായിരുന്നില്ല. നിരവധി വാഹനങ്ങൾ ഇവിടെ ഇന്നലെ തന്നെ എട്ടോളം വാഹനങ്ങൾ നമ്മൾ തള്ളിക്കൊടുത്താണ്. കാറടക്കം ബൈക്കടക്കം തള്ളിക്കൊടുത്താണ്. ആംബുലൻസ് പോകാൻ ഭയങ്കര ഇതാണ്. കാരണം ആംബുലൻസിന് ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ അപ്പുറത്തെ റോഡും കൂടി കയറ്റി വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ സ്ഥാപനം പിന്നെ ഒരു കാർ വാഷിംഗ് യൂണിറ്റാണ്. അപ്പോൾ 2 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ 1 വർഷക്കാലത്തോളമായി അടഞ്ഞെടുക്കാം. ഞാൻ PMEGP ലോണും ഇതെല്ലാം എടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇതുവരെ ലോൺ അടക്കാൻ അതൊന്നും ആയില്ല. എൻ്റെ 10ഓളം സ്റ്റാഫുകളുണ്ട്. എല്ലാം പണിയിലാണ്ട് കുത്തിരിക്കുക. അങ്ങനത്തെ അവസ്ഥയല്ല. ഇപ്പോൾ ഞാൻ NHAൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വരെ ചെയ്യുന്നത്. ഇവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ സർവീസ് റോഡ് യാതൊരു കാരണവശാലും താവില്ല എന്ന് പറഞ്ഞു. അശാസ്ത്രീയപരമായിട്ടുള്ള ഒരു റോഡ് നിർമ്മാണം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായത്. ഇപ്പോൾ വാഗാടിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, തൽക്കാലം തന്നെയാണ് പറയുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ തൽക്കാലങ്ങൾ സഹിച്ച് നിന്നോളെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു മറുപടി ഉണ്ടായിട്ടില്ല. നാടിനെ രണ്ടായി മുറിച്ചാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ദേശീയപാതൻ്റെ കിഴക്കും പടിഞ്ഞാറും 2 വശത്തുള്ള നാട്ടുകാർക്ക് പോലും പരസ്പരം കണ്ട് സംസാരിക്കാൻ പോലും വഴിയില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഥലം MLA നിയമസഭയിൽ പോലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. മഴ കനത്തു കഴിഞ്ഞാൽ ഒരാൾ പൊക്കത്തിൽ വരെ ഇവിടെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടനടി പരിഹാരം വേണ്ട ഒരു പ്രശ്നം കൂടിയാണ് ഇത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിപേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.